കുടുംബത്തെയും ഫിനാൻസ് നടത്തിപ്പുകാർ പുറത്താക്കി വീട് പൂട്ടി. സാമ്പത്തിക കുടിശ്ശികയെ തുടർന്നാണ് നടപടിയെന്നാണ് ഫിനാൻസിന്റെ വാദം. ആര്യൻകോട്, ചെമ്പൂർ, കരിക്കോടുകുഴി, താന്നിമൂട്ടിലാണ് സംഭവം. എന്നാൽ ആരുമില്ലാത്ത സമയത്ത് വീട് പൂട്ടിയത് വിവാദമായതോടെ വാർഡ് മെമ്പർ ഇടപെട്ട് വീട് തുറന്നുകൊടുത്തു. വികലാംഗിയായ ലിനിമോളും 2 മക്കളുമാണ് ഇവിടെ താമസിച്ചു വരുന്നത്. 2024 കുടുംബം 23 ലക്ഷം രൂപയുടെ ലോൺ എടുത്തതായും ഇതുവരെ ഏകദേശം 4 ലക്ഷം രൂപ തിരിച്ചടച്ചതായും കുടുംബം പറയുന്നു. ഇതിനിടെ ഗ്രഹനാഥനായ ഷിജുവിന് അപകടം സംഭവിച്ച് കുറച്ചുനാൾ കിടപ്പിലായതോടെ ലോൺ അടവ് മുടങ്ങിയിരുന്നു. ഈ മാസം 4-ാം തീയതി 1 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചതായും എന്നാൽ 5-ാം തീയതി വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഫിനാൻസ് സ്ഥാപനത്തിലെ ആളുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടിൽ കയറി വീട് പൂട്ടിയതായും കുടുംബം ആരോപിക്കുന്നു. കൂടാതെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചുവെന്നാണ് പരാതി. 2024 ജനുവരിയിലാണ് കറക്റ്റാണല്ലോ 4 ലക്ഷം രൂപയ്ക്കകത്ത് അടച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലാതെ ഇവിടെ കിടപ്പിലായിരുന്നപ്പോൾ വന്ന് കയ്യിൽ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പൈസ. അത് ചേട്ടൻ്റെ ഫോണിലാണ്. ചേട്ടൻ ഇപ്പോൾ അവിടെ ആയിട്ട് ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പോയിട്ടുണ്ട്. ഇപ്പോൾ 6 ലക്ഷം രൂപയ്ക്കകത്ത് അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു കാല താമസം കിട്ടിയേ പറ്റൂ. പിരമിൽ ഫിനാൻസ്, ജഗതി, ലിനിമോൾ, ഞാനും 2 പിള്ളേർ ഗൾഫിലാണ്. 23 കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഈ 2026 2 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. എന്തിനു കാരണം ചേട്ടന് ഒരു ആക്സിഡൻ്റ് ആയിട്ട് സർജറി ഏകദേശം 1 വർഷത്തോളം ഇവിടെ വീട്ടിൽ കിടപ്പിലായിരുന്നു. അങ്ങനെയാണ് മുടക്കുക ആയത്. ഇപ്പം ജപ്തി ഭീഷണിയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് പറയുന്നത്. അന്ന് ഞാൻ 2:30 മണിയായപ്പോൾ കൊച്ചിനെ കൊണ്ട് ട്യൂഷന് വിടാൻ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ലോക്കായിരുന്നു. ലോക്കായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു. പക്ഷേ അവർ ഒരു സമീപനം ഉണ്ടായില്ല. ഇവിടെ വന്നിങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ പഞ്ചായത്തുകാർ, നാട്ടുകാർ ഇടപെട്ടാണ് വീട് തുറന്ന് വീട്ടിൽ കയറ്റിയത്. 2 പിള്ളേരുണ്ട്. 5-6 വയസ്സായ പിള്ളേരാണ്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടികളും ലിനിമോളും വീടിന് പുറത്തു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വാർഡ് മെമ്പറും മറ്റു ജനപ്രതിനിധികളും സ്ഥലത്തെത്തി വീടിന്റെ പൂട്ട് തുറന്ന് കുടുംബത്തെ അകത്ത് കയറ്റി കുട്ടികളെ സുരക്ഷിതരാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ലിനിമോൾ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ലോൺ കുടിശ്ശിക അടയ്ക്കാൻ കൂടുതൽ സാവകാശം അനുവദിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നമ്മുടെ ഇത് ആര്യങ്കോട് പഞ്ചായത്തിൽ ചെമ്പൂർ വാർഡാണ്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ, ആര്യങ്കോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് വികസനകാര്യ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഒരു 8 ദിവസം മുമ്പ് ഉണ്ടായി. ബാങ്കുകാരൊക്കെ വന്നിട്ട് പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാം തീയതി പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു ഉറപ്പായിട്ട്. ഇവിടെ 4-ാം തീയതി ഈ വീട്ടിലെ ഐഷി ഗൾഫിലാണ്. സുഖമില്ലാതെ ഇവിടെ കിടന്നിട്ട് ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞുള്ളൂ. ഇപ്പം ഗൾഫിലെ സാഹചര്യം കയറി. അപ്പോൾ 1 ലക്ഷം രൂപ അടച്ചിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു, ഒന്ന് ഇവിടെ ഒട്ടിച്ച് ആ നമ്പർ അയച്ചു തന്നിട്ട് പറഞ്ഞു ഒന്ന് വിളിച്ച് സംസാരിക്കണം. 6-ാം തീയതി ഇപ്പോൾ എനിക്ക് കാശ് കിട്ടിയില്ല. 6-ാം തീയതി കുറച്ച് പൈസ കൂടി ഞാൻ സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു. ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്, രസീത് അവൻ എനിക്ക് അയച്ചു തന്നു. പറഞ്ഞു നിങ്ങൾ ഒരു 10 ദിവസം ഡേറ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പറ്റൂല. ഞാൻ പറഞ്ഞപ്പോൾ അവനെ ഞാൻ 2-ാമത് വിളിച്ച് പറഞ്ഞു എന്തായാലും ഉറപ്പായി അതായത് 6-ാം തീയതി കുറച്ച് എമൗണ്ട് കൂടി അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ വീണ്ടും വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ നോക്കട്ടെ, അതിൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ നിൽക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു. വേറെ വരുന്ന കേസൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇവരാണെ ഒരു 4 മണി കഴിഞ്ഞപ്പോൾ ഈ ബാങ്കിൻ്റെ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച ആ നമ്പറിൽ നിന്ന് തന്നെ വേറെ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വന്നു. എന്ന് പറഞ്ഞു ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചോളൂ, ഞാൻ ഇവിടെ നമ്മളിവിടെ ബാങ്കിൻ്റെ നടപടികൾ കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറയാം. പോലീസ് വന്നിട്ടുണ്ടായിരുന്നു, പോലീസും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചിട്ട് പോയായിരിക്കും, വേറെ പൂട്ടി കേസമൊന്നും പറയുന്നില്ല. ഒരു 6-6:30 കഴിഞ്ഞപ്പോൾ ഇവിടെ വീട്ടിൽ ആളില്ലായിരുന്നു. ഇവരെ ബന്ധുവിൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ പോയിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ അകത്ത് കയറാൻ പറ്റുന്നില്ല, ലോക്ക് ചെയ്തിരിക്കും, ബാക്കിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കും, ബാക്കിൽ പോയിട്ടിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇവരിങ്ങനെ ഇവിടെ തുറന്നു നോക്കിയിട്ട് പറ്റുന്നില്ല. ഇതെന്നറിയാതെ ഇവർ ബാക്കിൽ പോയി നോക്കിയപ്പോഴാണ് ബാക്കിൽ ഒട്ടിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് അവിടെ നിന്ന് 2 ലോക്കിട്ട് ഒരു ഗ്രില്ലിൻ്റെ പൂട്ടും നമ്മളതിനകത്ത് എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടിയിട്ട് ഇവർ ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഇവർ അവിടെ നിന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു. സ്റ്റേഷനിൽ പരാതി കൊടുപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. 7:30 അടുപ്പിച്ച സമയം. അതുവരെ അതുകൊണ്ട് ഇവരെ വിളിച്ച് പറഞ്ഞാൽ അവിടെ രസീത് കിട്ടിയിട്ടില്ല അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയി. CA ഇല്ല, SI ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രസീതൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നോക്കിയപ്പോൾ ഇവർക്ക് വേറെ കിടക്കാൻ വേറെ സാഹചര്യമൊന്നുമില്ല. അവരെന്ന് കരയുന്നിട്ട് നമ്മൾ നാട്ടുകാരെ നമ്മളെല്ലാം കൂടി തന്നെ പൂട്ട് പൊട്ടിച്ചു ഒരകത്ത് കയറ്റിയാണ് ഉണ്ടായത്. ഇത് കാണിച്ചു തന്നിട്ട് നമ്മൾ പൂട്ട് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോണെങ്കിൽ ഇവിടെ അകത്ത് നമ്മളെ അകത്ത് ഓഫ് ചെയ്തിട്ടിരിക്കണായിരിക്കും. എന്നിട്ട് അകത്ത് കയറി അവിടെയൊക്കെ നോക്കിയപ്പോൾ
അവിടെ ഓഫ് ചെയ്തിട്ടില്ല. ഇവിടെ വെളിയിൽ നോക്കിയപ്പോൾ പീസ് കാണാനില്ല. പിന്നെ അതിനകത്ത് ഒരു 10 മിനിറ്റ് തപ്പിയപ്പോൾ ഇതിൻ്റെ പീസ് ഉരുവി ഇതിനകത്ത് കൊണ്ടിട്ടിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ കോടതി വരെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കിയിടുന്നു. 2 കൊച്ചു പിള്ളേരും കാല് വീഴാത്ത അവരുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ജനപ്രതിനിധി ഇറക്കും, നമ്മുടെ നാട്ടുകാരൻ നമ്മൾ അവരോട് സംസാരിച്ചാണ് ഇത് നിങ്ങൾ ഒരു വിട്ടുവീഴ്ച, ഒരു മാനുഷിക പരിഗണന. ഇപ്പോൾ ആ പയ്യൻ ഇവിടെ സുഖമില്ലാതെ കിടന്നിട്ട് ഗൾഫിൽ പോയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടയ്ക്കാത്തതിനെ ന്യായീകരിക്കുന്നതല്ല. അപ്പോൾ അടയ്ക്കാമെന്ന് പറയും. 1 ലക്ഷം രൂപ അടച്ചു, അടയ്ക്കാറുണ്ടെങ്കിൽ അവർ പറയുന്നതിന് ന്യായം ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപ അടച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് അല്ലെങ്കിൽ ആ പൈസ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആ പൈസ ഇങ്ങനെ റിട്ടേൺ തരും, നമുക്ക് അവർക്ക് വീടാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കണമെങ്കിൽ സാമ്പത്തികമില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ പറ്റും, അതിനകത്ത് ഇട്ടുപോയില്ലേ എന്നൊക്കെയാണ് അവരെ വാദങ്ങളായിരുന്നു. പക്ഷേ ഇത് കണ്ണിൽ ചോരയില്ലാത്ത കൊടും ക്രൂരതയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു വീട് ഇങ്ങനെ അതിക്രമിച്ച് സാധാരണ ബാങ്കിൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ പോലീസിനെ കൊണ്ടു നിർത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ആളില്ലാത്ത സമയത്ത് ഈ കള്ളന്മാർ കയറുമ്പോൾ പോലെ ബാക്കിൽ കൂടി വന്നിട്ട് പിടിച്ചിട്ട് പോകും, പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറി ഇവിടെ ഫ്രണ്ട് അകത്തോട് നിന്ന് ലോക്ക് ചെയ്തിട്ട് വീടിൻ്റെ വെളിയിൽ 2 ലോക്ക് ഇട്ട് പൂട്ടിയിട്ട് പോയി. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് പറഞ്ഞാൽ ഈ കറക്റ്റ് ഗുണ്ടായിസം, ഇത് ഫിനാൻസ് പെരുമലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പട്ടിപ്പലിശയ്ക്ക് തുല്യമായ ഒരു ബാങ്കാണ്. ഇപ്പോൾ സാധാരണക്കാർ വേറെ സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ ബാങ്കിൽ നിന്ന് ആ ലോൺ കിട്ടുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രയാസമാണ്. അപ്പോൾ അത് ഇവർ മാക്സിമം ചൂഷണം ചെയ്യുകയാണ്. നമ്മളൊരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ എടുക്കാൻ നമ്മളൊരു കുറേ പേപ്പറിൽ ഇവർ ഒപ്പിട്ടുവാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴാരും ഇത് വായിച്ചു നോക്കത്തില്ല. അപ്പോഴും പറയുന്നത് അതിൻ്റെ പിന്നീട് ഇവരുടെ നിയമവശങ്ങളെന്ന് പറഞ്ഞ് എഴുതി ചേർക്കുകയും ഇതിനകത്ത് കാണിച്ചിട്ട് അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. എത്ര രൂപയാണ് അവരെടുത്തിട്ടുള്ളത്? അവരെടുത്തുള്ള 20 ലക്ഷത്തിന് അടുപ്പിച്ച് എന്താണെന്നാണ് അവർ പറയുകയുണ്ടായി. അടച്ചിട്ടുണ്ട്. അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വീട് പണി നടന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ലോൺ എടുത്തത്. എന്നാൽ ലോൺ എടുത്ത പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഈ പയ്യൻ ഒരു ആക്സിഡൻറ്റ് പറ്റി ഇവിടെ സർജറി കഴിഞ്ഞു, മുട്ടിൻ്റെ സർജറി 1 വർഷത്തിൽ കൂടുതൽ ഇവിടെ കിടപ്പിലൊക്കെ ആയിരുന്നു. നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ട് ഒരു 3-4 മാസത്തൊക്കെ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ അടച്ചു. ഇതിനു മുമ്പേ 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ഇനി ഇവർ എത്ര രൂപ അടയ്ക്കാനുണ്ടെന്ന് ഇവർ പെൻഡിങ് പറയുന്നതെന്ന് പറഞ്ഞാൽ 6 ലക്ഷത്തോളം രൂപ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ 4 ലക്ഷം രൂപയെങ്കിലും അടയ്ക്കണമെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപയെങ്കിലും അടച്ചാലേ നമ്മൾ ഇവരെ നിയമ നടപടിയിൽ നിന്ന് പിന്മാറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. നമ്മൾ 1 ലക്ഷം രൂപ ഇപ്പോൾ അടച്ചു, അത് 6-ാം തീയതി കുറച്ച് എമൗണ്ട് ഉറപ്പായിട്ട് അടയ്ക്കുമെന്ന് പറഞ്ഞു. ഈ 6-5 ലക്ഷം ഒത്ത് എടുക്കാൻ പറ്റുന്നവരാ അങ്ങനെ നോക്കിയിട്ടല്ലേ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് 8-10 ലക്ഷം രൂപ ഒത്ത് അടയ്ക്കാൻ പറ്റുന്ന ഒരാളിന് ലോൺ കൊടുക്കാത്തത്, അപ്പോൾ നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം. ഈ വന്നത് ആരൊക്കെയാണ്, ബാങ്കിൽ നിന്നുള്ളതെന്ന് ആരൊക്കെയാണ് വന്നെന്ന് അറിയാമോ? അന്ന് വന്നത് ആരൊക്കെയാണെന്ന് നമ്മളാരും കണ്ടിട്ടില്ല. അതിനുമുമ്പ് ഒരു ദിവസം വന്നപ്പോൾ അന്നൊരു 2-3-4 പോലീസും ബാങ്കിൻ്റെ മാനേജർ ഇവർ വരുമ്പോൾ ഒരു ടീമായിട്ട് വരുള്ളൂ. 10 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞുണ്ടാവും. ഒരു വിരട്ടാൻ കണക്കിനുള്ള സംവിധാനം നമ്മൾ വേറെ ജപ്തികൾ കണ്ടിട്ടുള്ളതാണ്. പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് അതിപ്പം അവർ പറഞ്ഞു തൽക്കാലം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്യും 2 ദിവസത്തിനകത്ത് എന്നാൽ പോലീസിനപ്പോൾ ഇതിനകത്ത് ബാങ്കിൻ്റെതാണ്ട് പരിമിതിയുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ പോലീസിൻ്റെ സാന്നിധ്യത്തിലല്ല ചെയ്തത്, അതാണ് നമ്മുടെ വിഷയം. പക്ഷെ അതുമല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറക്കി വിടാനുള്ള ഒരു നടപടിയും ചെയ്യാൻ പാടില്ല, അത് നമ്മൾ അനുവദിക്കില്ല. അതിന് എൻ്റെ പേരിൽ കേസെടുക്കും, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നമ്മൾ എന്ത് നടപടിയാലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.